എന്താ വണ്ടി ഇവിടെ നിർത്തി? നിർത്തിയല്ല, നിന്നതാണ്. അമ്മ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇല്ലേ ആവില്ല മോളെ. അപ്പൊ പെട്രോൾ തീർന്നു കാണും. അയ്യോ, ഇനിയിപ്പോ പെട്രോളൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോഴത്തേക്കും അവിടെ മുഹൂർത്തം കഴിയും. എന്നാ പിന്നെ നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയാലോ? ഓട്ടോയിൽ നമ്മൾ ഈ 5 പേരും കൂടി എങ്ങനെ കേറാ? ജേട്ടൊന്ന് മിണ്ടായിരിക്കും, എന്തെങ്കിലും പറ. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇറങ്ങി ഒന്ന് തള്ളു. എന്നിട്ട് നമുക്ക് വണ്ടി ഒതുക്കിയിട്ടിട്ടേ ഈ ഏല വഴി നടന്ന ഒരു അരമണിക്കൂർ മതി, നമുക്ക് നേരെ മണ്ഡപത്തിൽ എത്താം. നടന്നോ? ഓക്കെ മാവ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്നാ ഇറങ്ങി തള്ളു. നോക്കോ, നീ എന്താ ഇറങ്ങണില്ലേ? ഇറങ്ങി ഒരു കൈ വൈ. ഇപ്പൊ പോയ കൈ വെക്കേണ്ടി വരും. തള്ളട്ടെ മാവ? തള്ളിക്കോ. സെറ്റ് അമ്മാവാ. ഓ, നമുക്കേ ഇതുവഴി അങ്ങ് നടന്നാ ആ ഏല വഴി അങ്ങ് കയറാം. അങ്ങനെയാ? പോവാ. വാ, മുഹൂർത്തത്തിന് മുമ്പ് എത്താം. വാ, മുഹൂർത്തത്തിന് മുമ്പ് എത്തി. അയ്യോ, ഇവിടെ ആളും അനക്കൊന്നും കാണുന്നില്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും പിരിഞ്ഞു പോകേണ്ട സമയമായില്ലല്ലേ? അല്ല രുക്കു, ഇന്ന് തന്നെയാണോ കല്യാണം? ഇന്ന് തന്നെ കല്യാണം. പിന്നെ എവിടെ എല്ലാരും? ഒന്ന് വിളിച്ചു നോക്കി, ആരേലും ഒന്ന് വിളിച്ചു നോക്കി. അമ്മയൊക്കെ ഉണ്ടാവില്ലേ? ആ ഫോണും തന്നെ, അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ഫോൺ എടുത്തില്ല. ആരുണ്ട്? ലോക്ക് എടുത്ത് തരാം. ഹലോ അമ്മ. നിങ്ങൾ അവിടെ നിൽക്കുവാ? ഞങ്ങൾ ഇവിടെ വെള്ളാനി ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുണ്ട്. അയ്യോ, ശരി. എന്തു പറ്റി രുക്കു? അത് പിന്നെ കാര്യം പറ അങ്ങോട്ട്. ചേട്ടനെ വഴക്ക് പറയല്ലേ? വഴക്ക് പറയണില്ല, കാര്യം എന്താണെന്ന് വെച്ച് പറ. കല്യാണം വെള്ളാനിയിലല്ല. പിന്നെ എവിടെ വെച്ച്? ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചാ. എന്തോന്ന് നോക്കൂ, യാത് മണ്ടോന്ന് പോലും നിനക്ക് അറിഞ്ഞൂടി? അത് പിന്നെ ചേട്ടല്ലേ ഞങ്ങളെല്ലാം കൂടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. അത് കൊള്ളാം. എടി, നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? നീ അല്ലേ പറഞ്ഞ ഇവിടെ വെള്ളാനി അമ്പലത്തിൽ വെച്ചാണ് കല്യാണമെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു. ചേട്ടൻ തിരക്കിയില്ല. വായിൽ വല്ലതും പറഞ്ഞോട്ടെ, ഞാൻ വല്ലതും വിളിച്ച് പറയും. അമ്പലത്തിന് ഫ്രണ്ടിലാ. അതല്ല മോളെ, എവള് കാണിച്ചത് നോക്ക്. എവള് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എവളല്ലേ പറഞ്ഞത് നമ്മൾ വെള്ളാനി അമ്പലത്തിലാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ വന്നത്. ഇപ്പൊ അവള് നേരെ ഫ്ലാറ്റ് മാറ്റി നോക്ക്. പിന്നെ എന്റെ എല്ലാ കാര്യത്തിലും ചേട്ടൻ അല്ലല്ലോ ഇങ്ങനെ. പിന്നെ ചേട്ടൻ കൂടുതൽ സംസാരിക്കണം. കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. പിള്ളേരെ പോലെ കിടന്ന് കാണിക്കുന്ന ആൾക്കാർ കാണും. എന്താ മോളെ അവള് കാണിക്കണേ? ഇതെന്താ മാവാ? എന്തോന്ന്? സൺബേണല്ലോ അടിച്ചാ? എന്നെ ആരും അടിച്ചൊന്നുമില്ല. അയ്യോ, സൺബേൺ വെച്ചാ സൂര്യാഘാതം. പൊള്ളിയോന്ന് ചോദിച്ചാ? അയ്യേ മോളെ, കരിയാ? ഇതെവിടെന്ന്? എവിടെന്നാ മാവാ? ഓ, എനിക്ക് മനസ്സിലായി. എവള് പറഞ്ഞിട്ട് രാവിലെ ഞാൻ ഡൈവാരി തേച്ചില്ലേ, അത് വലിച്ചിറങ്ങണയാണ്. അപ്പൊ അമ്മാവിനത് കഴുകി കളഞ്ഞില്ലായിരുന്ന? കഴിവണായിരുന്ന? എന്തോന്നങ്ങളിത്? എന്റെ അമ്മാവ് ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയണം. ഇതങ്ങനെ വെക്കേണ്ട സാധനമല്ല. എനിക്ക് അറിഞ്ഞു മോളെ. കല്യാണം എന്തായാലും വെള്ളാരി അമ്പലത്തിൽ നിന്ന് ആറ്റുകാൽ അമ്പലത്തിലേക്ക് മാറിയത് നന്നായി. ഇല്ലെങ്കിൽ ആ മാവുമാർക്കൊക്കെ പറയാൻ ഒരു കഥയായേനെ. സമാധാനമായി. ചേട്ടൻ എഴുന്നേറ്റ്